ഹൈമാവതി കൃഷികൾ വേണ്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കണ്ടില്ല, ഇത് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾ വേണ്ട, ഇതിനകത്ത് ചക്ക മടലുണ്ട്, ചക്ക മടൽ, ഉള്ളിത്തോല് എല്ലാം കൂടിയിട്ട് കുഴച്ച് വെച്ചാൽ എല്ലാം കൂടിയിട്ട് എല്ലാം കൂടി കുഴച്ചിട്ട് അതാണ് ഇപ്പോൾ ഞാൻ രാത്രി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളവും എല്ലാം കൂടി നല്ലൊരു ഇതാണ്. കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ആക്കിയിട്ട് മഞ്ഞൾ വിത്തായി വേണ്ട മുളച്ച് വന്നു, വേണ്ട മുളച്ച് വന്നു, നല്ലോണം മുളച്ച് വന്നു, വേണ്ട വിത്ത് മുളച്ചിട്ട് വേണ്ട. ഇതിപ്പോൾ വെച്ചാൽ വാരി വെക്കുക, തന്നെയെല്ലാം കഴിഞ്ഞ് നടാം. എന്നാലും നമുക്ക് വേഗം ഏത് സമയത്തും വാരിയിടാം. ഇല്ല ഇത് ഇങ്ങനെ വാരി നടത്തിട്ട് ചക്കയുണ്ട്, ചക്കേൻ്റെ മടലുണ്ട്, ഉള്ളിത്തോലുണ്ട്, ഇതെന്തെല്ലാം ഉണ്ട്. എല്ലാം കൂടി മിക്സാക്കിയിട്ട് വെണ്ണീര്, പൊടിവളം, ജൈവവളം അതെല്ലാം പൊടിച്ചിട്ടാണ് ഇപ്പം ഒന്ന് ആക്കി വെച്ചില്ല. കേട്ടോ, ഇതിനിപ്പം കുറയും ഉണ്ടല്ലോ. രണ്ട് മൂന്ന് മണിക്കൂർ നടക്കാം. ചക്ക വെള്ളമാണ് ഇത്, ചക്ക വെള്ളം വേണ്ടില്ല. ഇത് വേണ്ട, ഈ ചക്ക വെള്ളം ഇതിനകത്ത് ഇത് വെള്ളിയിൽ എല്ലാം കൂടിയാണ് ഞാൻ കുഴച്ച് മറച്ചിട്ട് വെച്ചതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി മഞ്ഞൾ നടാന്ന് വെച്ചിട്ട് എല്ലാം കൂടി വളാവാൻ വേണ്ടിയിട്ട് ഇവിടെ മറച്ചിട്ട് കണ്ടില്ലേ, രണ്ടടിച്ച് മറച്ചിട്ട് ഒന്നൊരു കൂടി നടത്തിട്ടെ, ഇത് കൂടി നടത്തിട്ട് ഇതെല്ലാം കൂടിയാണ് ഞാൻ ഒരു വളാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നല്ലതാണ്, വളവും വെണ്ണീരും എല്ലാം ഉണ്ട്, താരം എല്ലാം ഉള്ളിത്തോലി ഇതെല്ലാം കൂടി ഉള്ള എന്താ നല്ല വളമായത്. പിന്നെ ചക്കമടൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നല്ലൊരു വളമാണ്. നമ്മൾ പിന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചക്കമടൽ നശിപ്പിക്കേണ്ടെന്ന് മാത്രമല്ല നമുക്കതൊരു വളമായിട്ട് വരികയെങ്കിൽ ഇല്ല. ഇത് മൂന്നായിട്ട് ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. ഇത് കീഴ് ഇല്ല, ഇതാണ് ചക്കമടൽ. അതിനകത്ത് ഞാൻ എന്തായാലും ഇട്ട് കുഴച്ച് വെച്ചാൽ അത് അമ്മിയിട്ട് വെച്ചിട്ട് കുഴച്ച് വെച്ചെന്ന് ഇപ്പം കണ്ടു. ഇതിപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഓരോന്ന് ഒത്തിരി നട്ടേ വേണ്ട, മുളച്ചിട്ട് നല്ല ഭംഗിയിൽ മുളച്ച് വന്നിന്. മഞ്ഞൾ നല്ല മഞ്ഞളാണ്, വലിയ വിത്ത. ഇങ്ങനെ നമ്മൾ കുഴഞ്ഞ് മറിഞ്ഞു പോയി. എന്താ ഇതിപ്പോൾ വലിയൊരു വിത്ത, വലിയ വിത്തായി, ഒറ്റ വിത്തായി. ഇത് ഞാൻ നട്ടേ. ഇനി നിറയെ നടണം, എന്നാലേ ഒരു അമ്മി പോവും. ഈ ചക്കമടലില്ലതുകൊണ്ട്, ഉള്ളിത്തോലും ചക്കമടലായതുകൊണ്ട് അമ്മി പോവും. തൽക്കാലം ഇതിങ്ങനെ മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വിത്ത് കണ്ട നല്ല വിത്താ, വലിയ ഒരു അടലാണ്, അതുകൊണ്ടാണ് അത്ര എത്തിച്ചു. അപ്പോൾ ഇതിൽ തന്നെ വരി എടുക്കാം, നടക്കാൻ. പാട് വിദേശം മഞ്ഞളാണ്, വിദേശം നണ്ടോ കേട്ടോ. ഇത് കേട്ടോ, ഇങ്ങനെ തെച്ച് മുളക് വന്നു നല്ല വലിയ മഞ്ഞൾ വിൽക്കാം. ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ മറ്റൊരു വിത്തേ നടുന്നില്ല കേട്ടോ, അത് മറ്റൊരു വിത്താണ് നടുന്നത്. ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ച അവസാനിക്കില്ല. ഈ മഞ്ഞളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ കളിച്ചിട്ടാകുമ്പോൾ ഞാൻ കണ്ടോ നിറച്ചുണ്ടാവും. അത്ര നല്ല രീതിയിലുള്ള വളങ്ങളാണ് ഒറ്റയടിക്കണം. ഇനി വളങ്ങൾ വേറെ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ,
ഇതിപ്പോൾ ഇനി ഇത് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ മഞ്ഞൾ നടുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ല. ഇതേപോലെ മഞ്ഞൾ നട്ടാൽ നമുക്ക് പറിച്ച പൊരിച്ചാൽ നിറച്ചും ഉണ്ടാവും. ആ ബാഗ് നിറയെ ഉണ്ടാവും. അങ്ങനെ ആ തരത്തിലാണ്. ഇനി ഒരിക്കലും കൂടി വളം ഇട്ട് കൊടുക്കണം. അതാ ചെയ്യേണ്ടതിൽ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. ഇതിപ്പോൾ കണ്ട ഇതാണ് ചക്ക മടൽ എല്ലാം കൂടി ആക്കിയിട്ട് 3 എണ്ണത്തിൻ്റെ ഓരോരോ ഇരടായി നട്ടിട്ട് നിറച്ചും ഉണ്ടാവും. നല്ല വളങ്ങളാണെന്നല്ല മുഴുവനും. അതിപ്പം നട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് അതെടുത്ത് ഇനിയിപ്പോൾ അത് 2-3 നട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ ചെയ്യാം. ഇതൊരു നട്ടിൻ്റെ വാട് വിത്തിന് നടാനുണ്ട്. ഇനിയിപ്പം എനിക്ക് നടാനാവില്ല. ഇത് തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് തരുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒരു കൊല കണ്ട, എൻ്റെ ഒടിഞ്ഞു പോയ കൊലയിൽ അത്തിരി വന്നിട്ട് കൊല കണ്ട എൻ്റെ വാഴ തേച്ചും കണ്ട് കണ്ട വാഴ തേച്ചും പോയിട്ട് കൊത്തി ഒടിഞ്ഞും വെച്ചും നാശകരമായിട്ട് ഒടിഞ്ഞിട്ട് ഇട്ടിട്ട് തേച്ച് ഒടിഞ്ഞിട്ടുണ്ട്. എത്ര കൊലയാനിങ്ങനെ പോയി എന്നറിയാം. ഇനിയിപ്പോൾ 2 കൊല കൊത്തിക്കൊണ്ട് കൊടുത്തിന്. ഇനിയിപ്പോൾ 2 കൊല കൊത്തിയിട്ട് കൊണ്ട് കൊടുത്തിന്. ഇനിയിപ്പോൾ എന്നോട് കൊല അടിഞ്ഞിട്ടില്ല എന്നുണ്ട് ഒരുപാട്. ഇത് കാണുന്നില്ലേ, എൻ്റെ പച്ചക്കറി കണ്ട ഞങ്ങൾ. എൻ്റെ പച്ചക്കറി കഴിച്ചും കണ്ട എത്ര നല്ല പച്ചക്കറി ആയിരുന്നെല്ലാം പോയി, ചറോടും പോയി. ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുള്ളൂ. കണ്ടില്ലേ എല്ലാം പോയി. ഇനി അതിൻ്റെ മേലെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് നമുക്ക് ഇക്കൊല്ലം അങ്ങനെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ അനുഭവിച്ചു കൊടുക്കാനിപ്പം രക്ഷയില്ലല്ലോ. കണ്ടില്ലേ കപ്പ വേണ്ട അതിൻ്റെ ഉള്ളിൽ. അവിടെ ഒരു കപ്പ വേണ്ട, ഞാനെടുത്തവിടെ കൊണ്ടുവച്ചു. അത് അതിൻ്റെ ഉള്ളിലായിപ്പോയി. അതുകൊണ്ട് ചോലയിലായതുകൊണ്ട് തീരെ വളർന്നിട്ടില്ല. കണ്ടില്ലേ, കുമ്പളങ്ങ മത്തനാത്. ഇത് ഒരു കുമ്പളം ആടിയതാ. കണ്ടില്ലേ, ഒരു ഇതാ കപ്പ. മുളകെല്ലാം ഉണ്ട്. അതിന് എനിക്ക് കിഴിഞ്ഞെടുക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇത് തിരക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ. കാണുന്നില്ലേ, വാഴയായത് തേച്ചും വാഴയാണ്. വെച്ചും വാഴ ഇതെല്ലാം തേച്ചും പൊരിഞ്ഞിട്ട് വിട്ട് അത്രയോ വാഴയില്ലെന്നറിയാം. തേച്ചും വാഴ നട്ടതാണ്. അങ്ങോളുണ്ട് വാഴ നട്ടിട്ട്. കാണുന്നില്ലേ, അങ്ങോളുണ്ട് വാഴ നട്ടിട്ട് തേച്ചും കുറേ പൊരിഞ്ഞിട്ട് വീണ് പോയി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കപ്പ വേണ്ട. ആ കപ്പ ഇനി അതാ ഒരു മണ്ട പൊരിഞ്ഞിട്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മരടുണ്ട് അവിടെ. 2 മരട് ഇവിടെയാണ് ഉള്ളത്. ഇതാണ് പിന്നെ നമ്മളില്ലാഞ്ഞാലുള്ള കഷ്ടപ്പാടെന്നാണ്. ഇതാണ് ചേന വേണ്ട നിങ്ങൾക്ക്. ചേന കാണണം. 4-5 തെങ്ങ് വേണ്ട. തെങ്ങ് കൊത്തി കുഴിച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ കണ്ടില്ലേ ഇത് കണ്ടില്ലേ, അതാ തെങ്ങ് വേണ്ട. ചേന വേണ്ട. ചേന ചേമ്പ് ഞാൻ നട്ട ചേനി. ഇപ്പോൾ ആ നേന്ത്രവാഴ നേന്ത്രവാഴ കണ്ടല്ലേ, നേന്ത്രവാഴ. ഇതിനൊന്നും ഒരു ഉഷാറ് പോരെങ്കിൽ നല്ലോണം പണിയെടുക്കണ്ടേ. ചേന കണ്ടില്ലേ, ചേന നല്ല ഉഷാറെല്ലാം ഉണ്ട്. പക്ഷേ അതിനൊന്നും വേറെ എടുത്തിട്ടില്ല പണി. ഇതാണ് എൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ സങ്കടം വരുന്നു. എന്താ ചെയ്യുക, നമുക്കങ്ങനെ കയ്യാണ്ട് വായിപ്പോയില്ലേ. ഇല്ലെങ്കിൽ ഇതൊന്നും ആ ചേമ്പുണ്ട്, നടാനുണ്ട്. ചേമ്പ് കാണില്ല, അടയിലും ഉണ്ട് നട്ടത്. അതിന് കുറച്ച് പണിയിട്ടാൽ മതി, കുറച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അടയിലും ഉണ്ട് ചേമ്പ്, താഴെല്ലാം ഉണ്ട്. അങ്ങനെ